ഞങ്ങളിന്ന് മൂന്നാറിന് പോവാണ്. പോകുന്ന വഴിക്ക് കോട്ടയത്ത് നേരെ തൊടുപുഴ വന്നിട്ട് തൊടുപുഴയിൽ നിന്ന് പോകാൻ വേണ്ടി ഇവിടെ കുറച്ച് ആവശ്യങ്ങളുള്ളതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നു. മമ്മി ഇവിടെ ചക്കപ്പഴമൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. ഇപ്പോൾ എടുത്തുകൊണ്ട് പോക്കണം പറയും. പിന്നെ കുറച്ച് കാപ്പിയൊക്കെ ഫ്ലാസ്കിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നേരെ മൂന്നാറിലോട്ട്. അപ്പോൾ പോകുന്ന വഴിക്കത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. എവിടെയാണ് പറിക്കുന്നേ? അയ്യോ ഭയങ്കരമായിട്ട് അയ്യോ പഴുത്തിരിക്കുവാണല്ലോ ചേട്ടാ. ഇച്ച പച്ചയും കൂടി പറിക്കാം കേട്ടായി. കരിമ്പച്ചയല്ല, മീഡിയം ഉണ്ടോ? വേറെ എവിടെയുണ്ടോ? അത് ഭയങ്കര പഴുത്താ. ചേട്ടാ അത് കൊള്ളില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. ആ പച്ച പറിച്ചാൽ മതി, എനിക്ക് പച്ച മതി. ഓ ഇത്തിരി പോലും ആയില്ല. ആ അത് മതി, അത് മതി. ഇത്തലുണ്ടോ നോക്കി ഈ പേരയില്? അയ്യോ അത് നല്ലതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നല്ലേ, ആ റോസ് കളർ ഉണ്ടായിരുന്നേ. നോക്കി ഉണ്ടച്ചാ, ആ മുകളിലേക്ക് നോക്കി, എവിടെ ഉണ്ടല്ലോ പേര. അത് പഴയ വെള്ളം, കുറേ ദിവസം അത് കൊള്ളത്തില്ല. അത് പ്ലാസ്റ്റിക് ഒഴുകിയിരിക്കുന്നതാ, കൊള്ളത്തില്ല. പോകുന്ന വഴിക്ക് കുമാരമംഗലം കഴിഞ്ഞപ്പോഴേക്കും ഒരു കടയിൽ കയറി കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. ഞങ്ങോട്ട് പോകും തോറും മഴയും ഇരുട്ടൊക്കെ ആവുമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ട് പോകുന്ന വഴിക്ക് കുറച്ചുകൊണ്ട് പോകാൻ. നമ്മൾ പോകുന്ന വഴി എതിരായിരുന്നു ചേട്ടായി. ഊന്നുകൽ തൊടുപുഴയിൽ നിന്ന് നമ്മൾ കയറി കുമാരമംഗലം, ഊന്നുകൽ, അടിമാലി, നേരിമംഗലം കൂടിയാണ് മൂന്നാറിന് പോണേ. തൊടുപുഴയിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട് അല്ലേ. 78 കിലോമീറ്റേഴ്സാണ് കാണിച്ചത്. അങ്ങനെ ഞങ്ങളിപ്പോൾ നേരിമംഗലം എത്തി. നേരിമംഗലം പാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സമയം 7:15 ഒരു മാക്സിമം 9:15 ആകുമ്പോൾ കുറച്ച് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെല്ലുമ്പോൾ കുറച്ച് ലേറ്റ് ആകുമായിരിക്കും. അങ്ങനെ സ്പീഡിൽ പോകാൻ പറ്റില്ല, രാത്രിയും കൂടിയല്ലേ. ഇതാണ് നേരിമംഗലം പാലം. ഇനി നമ്മൾ നേരെ കിടക്കുന്നത് അടിമാലിയിലേക്കാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പക്ഷെ രാത്രി ആയതുകൊണ്ടും മഴയൊക്കെ ആയതുകൊണ്ടും ഇപ്പം കാണുന്നില്ല. തിരിച്ചു വരുന്ന വഴിക്ക് കാണാം. അടിമാലി കഴിഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി കുറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മേടിച്ചു. ഇതായി കാണുന്ന ഹോട്ടലിൽ നിന്ന് കേട്ടോ ഫുഡ് മേടിച്ചേ, ചപ്പാത്തിയും കറിയൊക്കെ. ഇത് വണ്ടിയിലുള്ളതുകൊണ്ട് പാർക്ക് ചെയ്യണ്ടോ വെള്ളത്തിൻ്റെ അകത്ത്. ഞാൻ എങ്ങനെ കയറ്റി വെക്കും ചേട്ടാ കാല് ഈ ഷെയ്ന്ന് പിടിച്ചേ കൂട്. എൻ്റെ ദൈവമേ നോക്കി. ഞങ്ങളങ്ങനെ മൂന്നാറെത്തി. ഇപ്പോൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിറച്ച് നല്ല ഫോഗുണ്ട് റോഡിനല്ലേട്ടായി. പിന്നെ ചാറി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫോഗുണ്ട്. നല്ല വൈബാണ്, നല്ല തണുപ്പാണ് അല്ലേ. തുറന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര തണുപ്പാണ് പുറത്ത്. പുള്ളി തേയിലത്തോട്ടം നാളെ രാവിലെ അടിപൊളി സെറ്റായിട്ട് കാണാൻ പറ്റും അല്ലേ ഏട്ടായി. അയ്യോ അങ്ങോട്ടൊക്കെ നോക്കി, മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന പോലെയാണ്, ഇരുട്ടും. ചില സ്ഥലത്ത് എത്തുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് കോട മാറും, ചില സ്ഥലത്ത് പെട്ടെന്ന് അങ്ങോട്ട് കോട വരും. എന്തുപോലല്ലേ. സിഗ്നൽ പോയിന്റ് എന്താ, അതിൻ്റെ അപ്പുറത്തേക്ക് സിഗ്നൽ കിട്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ഫൈനലി റിസോർട്ട് എത്തി. ഇതാണ് വിൻ്റർ ഗാർഡൻ റിസോർട്ട്. ഇത് നമ്മളിങ്ങനെ ഒരു സമയം 9:35 ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഉള്ളിൽ പോയി ചെക്കിനൊക്കെ ചെയ്തിട്ട് ബാക്കി കാണാം.